ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്യാപ്ഷൻ പോലെ ആശ്വസിക്കാറായോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇന്ന് നമ്മുടെ ഡേ ക്യാൻഡിൽ എന്നെടുത്ത് നോക്കാം, എന്താ സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞപടി സംഗതികളും എല്ലാം വന്നിട്ടുണ്ട്, നമുക്ക് നോക്കണ്ടേ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലുതാക്കി കാണിക്കാം. എന്താ സംഭവിച്ചേക്കുന്നത്? നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു അല്ലേ? നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലത്തെ ഒരു റെസിസ്റ്റൻസിൽ തട്ടി നിൽക്കുകയാണ്. അപ്പം ഇത് സംഭവം ബ്രേക്ക് ചെയ്തു. ഇനി ഇതിവിടെ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് നാളത്തെ ദിവസമാണ് നമുക്ക് നിർണായകം. നിലവിൽ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഈ ഡേ ക്യാൻഡിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഡേ ടൈം ഫ്രെയിമിലോട്ട് ഞാൻ മാറ്റിയത്. അപ്പം നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു റെസിസ്റ്റൻസിൽ 25,220 തട്ടി നിൽക്കുകയാണ്. നമ്മുടെ വര ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,219.90. നമ്മുടെ വര 25,220, 10 പൈസയുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ വരയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഇത് കാണിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 5 മിനിറ്റിലോട്ട് വീണ്ടും തിരിച്ചു വരാം. 5 മിനിറ്റിലോട്ട് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ ആ റെസിസ്റ്റൻസ് തട്ടി നേരെ തിരിച്ചു വന്നെങ്കിൽ ക്ലോസ് ചെയ്തേക്കുന്നത് 25,220. നമ്മുടെ ഈ ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇത് ക്രൂഷ്യലാണ്. നാളെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, ഇത് ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് നേരെ ഇതിൻ്റെ താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ കിട്ടും. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഓക്കെ, ഇത് 3 എണ്ണമായിരിക്കും നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്. മനസ്സിലായോ പറഞ്ഞേ? പക്ഷേങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തായിട്ടുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം പറയാനുള്ളത്, ഇൻഫീയുടെ റിസൾട്ട് വന്നു. ഓക്കെ, നല്ല സൂപ്പർ ഡൂപ്പർ റിസൾട്ടാണ് ഇൻഫീയുടെ റിസൾട്ട്. മാർക്കറ്റിൻ്റെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. പക്ഷെങ്കിൽ ഇതിനോട് നമ്മളുടെ അമേരിക്കയിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ എടുത്ത് ADR എടുത്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ അമേരിക്കൻ ADRൽ ഈ പറയുന്ന പോലെ വലിയ പ്രതിഫലനം കാണുന്നില്ല. വെറും 1.25% മാത്രമേ ADRൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുന്നുള്ളൂ. നമ്മുടെ ഇൻഫോസിസിൻ്റെ റിസൾട്ടിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണുമല്ലോ. അഥവാ ഇത് നല്ല രീതിയിൽ പ്രതികരിക്കുമെന്നെങ്കിൽ ഒരു 4% അല്ലെങ്കിൽ ഒരു 5% ഒക്കെ ADRൽ അപ്പാകേണ്ടതായിരുന്നു. ഇല്ല, അമേരിക്കൻ ADRൽ അപ്പാകേണ്ട, പക്ഷേ അപ്പായിട്ടില്ല. വെറും 1.24% മാത്രമേ, ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. 1.24% മാത്രമേ അവിടെ മേലോട്ട് കയറിയിട്ടുള്ളൂ. അപ്പം എന്താണ് ഇന്ത്യൻ മാർക്കറ്റിന് എങ്ങനെ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് നാളെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നാളെ നടക്കാൻ പോകുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ 1-2 കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, നാളെ ഇൻഫി നല്ലപോലെ പെർഫോം ചെയ്യുകയും ബാങ്ക് HDFCയും റിലയൻസും ന്യൂട്രലായിട്ട് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, HDFCയും റിലയൻസും ICICI ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുക, ഒരു 4-5 പോയിൻറ്റിനകത്ത് കടന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻഫി പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പെർഫോം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 265 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, ഇവർ HDFCയും റിലയൻസും ICICIയും നേരെ നെഗറ്റീവ് സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇൻഫി അതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. അങ്ങനെയാണ് മാർക്കറ്റ് താഴോട്ട് തന്നെ വരാനുള്ള സാധ്യത. അധികം ഫോൾ വരത്തില്ല. ഇൻഫിയുടെ നിലനിൽപ്പ് കൊണ്ട് അധികം താഴോട്ട് വരത്തില്ല. മാർക്കറ്റ് അവിടെ ഏകദേശം ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ നെഗറ്റീവിലേക്കോ പോകും. ഈ 2 സിനാരിയാണ് ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേങ്കിൽ ഇപ്പം നിലവിൽ അത് മാത്രമല്ല, നമ്മുടെ ട്രേഡ് ഡീലിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള റൂമറുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊരു മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റിയാണ്. മനസ്സിലായോ? അപ്പോൾ ആ അൺസർട്ടനിറ്റി ക്ലിയർ ആകാത്തിടത്തോളം കാലം മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയാം. പക്ഷേ അപ്പം വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇന്ന് FIS നല്ല കേമമായിട്ടങ്ങാണ്ട് 5,000-4,000 കോടിക്കങ്ങാണ്ട് അവർ വിറ്റു. ഓക്കെ, ഇന്നും ഒരു ഹ്യൂജ് സെല്ലിംഗ് ആയിരുന്നു. അപ്പം കറക്റ്റ് ആ ഫിഗർ ഓർക്കുന്നില്ല, 4,000 സംതിങ് കണ്ടായിരുന്നു. ഞാനിവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ എഴുതിയാണെന്ന് നോക്കിക്കോട്ടെ. 4,200 കോടിക്ക് FIS വിറ്റു, 4,350 കോടിക്ക് DIS വാങ്ങിച്ചു. ന്യൂട്രലാണ്.
മനസ്സിലായി പറഞ്ഞ്. അപ്പം ഇപ്പോഴും FIS സ്ട്രോങ് സെല്ലിംഗ് സൈഡിലാണ്. അപ്പം ഇതൊക്കെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം, നാളെ എക്സ്പയറി ഡേ ആണ്. കഴിവതും എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദയവ് ചെയ്ത് ഈ നാളത്തെ എക്സ്പയറി ട്രേഡ് ചെയ്താൽ നിങ്ങളുടെ പൈസ പെട്ടെന്ന് പ്രീമിയം ഉരുകിത്തീരും. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ലൈൻ 25,220, ഓക്കെ, 220 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, പോയി ഈ 255, ഓക്കെ, 35 പോയി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 255 ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയി മാർക്കറ്റ് മുകളിലോട്ട് പോകും. സ്റ്റോപ്പ് ലോസ് 25, 255 ആയിരിക്കും. ഇനി അല്ല, ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഈ ഏരിയയിലെങ്ങാണോ ഇവിടെ എങ്ങാണോ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് പോകും, ഇങ്ങോട്ടാണോ ഇത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് പോകാൻ നോക്കുക. ഓക്കെ, അല്ല ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ അപ്പോഴത്തെ സിനാരിയോ, മാർക്കറ്റിൻ്റെ സ്ട്രെങ്തും സ്ട്രക്ചറും നോക്കി മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് പറയാൻ, നമുക്ക് ഇന്ന് HDFC ഒക്കെ വലിച്ചു വിട്ട് മേലോട്ട് പോകുന്നത് കണ്ടു. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, HDFC 2000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ്. റിലയൻസും ഇന്ന് 11 പോയിൻറ്റ്, HDFC 17 പോയിൻറ്റ്, ICICI 15 പോയിൻറ്റ്. നമുക്ക് HDFC ഒന്ന് നോക്കാം. ഉണ്ടോ, HDFC വലിച്ചു വിട്ട് മേലോട്ട് പോയി, അവസാനം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ICICI വലിച്ചു വിട്ട് മേലോട്ട് പോയി, ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതുപോലെ റിലയൻസ് നോക്കിക്കഴിഞ്ഞാലും റിലയൻസ് നല്ലൊരു അപ്സൈഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, അത് എത്ര നേരം സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം 1424 ഏകദേശം നമ്മുടെ ഈ ഓപ്പണിങ്ങിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, റിലയൻസ്. അപ്പോൾ ഇതെല്ലാം ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുകയും ഇൻഫി മാത്രം പെർഫോം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അല്ല, ഇൻഫി പറയുന്ന പോലെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ സഹകരിക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ നമുക്കൊരു പിടി തരത്തുള്ളൂ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ ADR വലിയ രീതിയിൽ ഇൻഫിയോട് പ്രതികരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നാളെ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റിലയൻസിൻ്റെ GDR ആണെങ്കിലും ആയില്ല. ഓക്കെ, അപ്പം നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ന്യൂട്രലാണ്. കണ്ടോ, ഗിഫ്റ്റ് നിഫ്റ്റിയും ഈ പറയുന്ന പോലെ തന്നെ ന്യൂട്രൽ സ്റ്റേജിലാണ്. ഇവിടെയും വലിയ പെർഫോമൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല. നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ശേഷം മാത്രമേ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ ഒരു 10-400 പോയിൻറ്റിൻ്റെ അപ്സൈഡ് കിട്ടി കറക്റ്റ് നമ്മുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയോ താഴോട്ടോ മുകളിലോട്ടോ എന്ന് നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന. അവസാന നിമിഷം മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത്, നല്ല വെടിച്ചില് പോലെ പെർഫോം ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈനിൽ വന്ന് കറക്റ്റ് വന്ന് ക്ലോസ് ചെയ്ത് 276 ഈ ഏകദേശം നമ്മുടെ സപ്പോർട്ട് ലൈനിൻ്റെ അടുത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. ഇന്ന് ചിലരൊക്കെ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. എനിവേ, നിങ്ങൾ നോക്കി കണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. കൃത്യമായ സപ്പോർട്ട് റെസൻസിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നലെ നിങ്ങൾ എല്ലാവരും, ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നും അത് തന്നെ ഞാൻ നിങ്ങളോട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേര് അത് ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളത് എല്ലാവരും ചെയ്തു. പറയാതെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വലിയ തോതിലുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത വീക്കിലി അനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നമുക്ക് എപ്പോഴും ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രേഡ് ഡീലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കീറാമുട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ട്രംപ് ഇങ്ങനെ ഓരോ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ നല്ലപോലെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ ട്രേഡ് ഡീൽ വരെ മാർക്കറ്റ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നാളെ എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ട്രേഡിംഗ് ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.